എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഞാൻ ഇട്ടേക്കണ എന്താണെന്നല്ലേ, ഇത് നമ്മ അതായത് വേസ്റ്റ് പീസ് കൊണ്ട് തയ്ച്ചതിന്റെ വേസ്റ്റ് പീസ് കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയതാണ്. 3 ലെയറിന്റെ ഒരു മാല. അപ്പൊ ഇത് ഉണ്ടാക്കണ ഒരു വീഡിയോ ആണ്. അപ്പൊ അതെ വെള്ള മുത്ത് ഇതിലേക്ക് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റിന്. അപ്പൊ എന്താണ്, നമ്മുടെ വീട്ടില് തയ്യക്കാരുടെ കയ്യിൽ ഇഷ്ടംപോലെ വേസ്റ്റ് പീസുകൾ ഉണ്ടാകും. കുറച്ച് തുണി മതി. അപ്പൊ 3 അളവിലുള്ള പീസുകളാണ് എടുത്തേക്കണത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യണമെന്നൊരു വീഡിയോ ആണ് നമ്മുടേത്. അപ്പൊ വീഡിയോയിലോട്ട് പോണ മുമ്പായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് എന്താണെന്ന് വെച്ചാൽ അത് അറിയിക്കുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് അങ്ങോട്ട് പോയാലോ? പോവാം. കണ്ടോ, 3 നീളത്തില് വീതി ഒരേപോലെ കേട്ടോ. അതായത് ഇതിപ്പോ 20 ഇഞ്ച്, പിന്നെ 17 ഇഞ്ച്, 15 ഇഞ്ച്. അതായത് ഇതിൽ നിന്നും 5 ഇഞ്ച് 5 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ എടുത്തേക്കണത്. ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ 3 സെൻറ്റിമീറ്റർ വീതി കണ്ടോ. അതുപോലെ സെൻറ്റിമീറ്ററിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 40 സെൻറ്റിമീറ്റർ വീതിയുള്ളത് നീളമുള്ളത് ഒരെണ്ണം. അതിൻ്റെ താഴെ വന്നത് 45 സെൻറ്റിമീറ്ററിൻ്റെയാണ്. അതിൻ്റെ താഴെയുള്ളത് 50 സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എണ്ണം. ഇത് നമുക്ക് ഇനി 55, 60 വരെ എടുക്കാം. 5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. 5 എണ്ണം ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി കിട്ടും. ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കണ നല്ല വശങ്ങളാണ്. ഇതിൻ്റെ ചീത്ത വശമാണ് ഇപ്പം ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? സുചി നൂല് കൊണ്ട് ചെയ്തെടുക്കാനും പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനൊന്ന് മടക്കുക. 2ആക്കി മടക്കിയതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ ഉള്ളുവശം അകത്തോട്ടാക്കിയിട്ടാണ് പുറം വശത്താണ് ഇത് അടിച്ചെടുക്കണത്. അപ്പം ഞാൻ ഈ ഒരു 3 പീസും അങ്ങനെ ഒന്ന് അടിച്ചെടുത്ത്, അപ്പം ഞാൻ ആ 3 പീസും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വീഡിയോ എടുക്കാൻ ഇപ്പം ഭയങ്കര മടിയാണ്. വ്യൂസ് ഒന്നുമില്ല, വെറുതെ എടുക്കണ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഇട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഇടാം, എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഇടാൻ എഴുതിയിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇപ്പം നല്ല വശം നമുക്ക് തിരിച്ചെടുക്കണമല്ലോ. അപ്പം ഞാൻ അതൊന്ന് തിരിച്ചെടുക്കാം കേട്ടോ. അപ്പം 3 എണ്ണം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചിട്ട് നമ്മൾ മറിച്ചെടുത്ത് കണ്ടോ, നല്ല വശം ഇപ്പം പുറത്ത് വന്നു. ഇനി ഇത് കണ്ടോ, നമ്മൾ തൊപ്പിയൊക്കെ തുന്നാനെടുക്കണ ആ ഒരു സംഭവം നമുക്കിതിൻ്റെ ഉള്ളിൽ കടത്തണം. 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കടത്തണം. അപ്പം 3 എണ്ണത്തിൻ്റെ നീളത്തിൽ കൂടുതലായിട്ട് ഇച്ചിരി നമ്മൾ ഒരു 4-5 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇച്ചിരി തിക്കിലാണ് ഇരിക്കേണ്ടത്. അപ്പം ഞാൻ പറയാം കേട്ടോ. അപ്പം ഇത് നമ്മൾ എടുത്തേക്കണത്, ആദ്യം എടുത്തേക്കണത് 40 ഇഞ്ചാണല്ലേ, പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഇത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടി നീളം ഇട്ടിട്ടുണ്ട്. ആ നീളം വേണം. അപ്പം ഞാൻ എത്ര ഇട്ടിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് ഈ സംഭവം. അപ്പം ഞാൻ അത് നമ്മൾ 40 ഇഞ്ചായിരുന്നു, ഞാൻ 52 സെൻറ്റിമീറ്ററിലാണ് ഇത് എടുത്തേക്കണത്. ഇനി സെൻറ്റിമീറ്റർ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി കളന്നെടുക്കുക. ഞാൻ എല്ലാ ഇഞ്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എടുത്താലും മതി. ചില ആൾക്കാർക്ക് സെൻറ്റിമീറ്റർ പറഞ്ഞാൽ പറ്റില്ല. 21 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസ്. എന്നിട്ട് ഇതിനെ ഞാനൊരു 3-4 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പം ഞാനിങ്ങനെ നമുക്ക് കോർത്തെടുക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇപ്പം 3 പീസിന് നമുക്ക് ഇടണം. 3 പീസിന് ഞാൻ 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് കൂട്ടിയാണ് മുറിക്കണം. ഇച്ചിരി കൂടുതൽ കൂട്ടി മുറിക്കണം നമ്മൾ. കാരണം അപ്പുറം ഇപ്പുറം വരണം ഇത് കണ്ട. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കടത്താനുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഞാൻ 4 ലെയറാണ് എടുത്തേക്കണത്. ആ 4 ലെയർ ഞാൻ കണ്ടിച്ചെടുക്കണേണ്. അതുപോലെ തന്നെ മറ്റു 2 പീസിനും അതിൻ്റെ നീളത്തിനേക്കാൾ കൂടുതൽ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ നീളം എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കാണും. അപ്പം ഞാൻ ഇതുപോലത്തെ 3 പീസും ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക്
ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറ്റി കൊടുക്കണം. അതെങ്ങനെ കയറ്റി കൊടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാനൊരു വലിയ സൂചി എടുത്തിട്ടുണ്ട് കേട്ടാ. കണ്ട, ഇതിലേക്ക് ഇതിൻ്റെ രണ്ടറ്റവും നമുക്ക് കയറ്റി കൊടുക്കാം. സൂചി വലുതായിരിക്കണം, കാരണം ഇത് രണ്ടെണ്ണം കയറണ്ടേ. അങ്ങനെ ഞാൻ ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കയറ്റി എടുക്കാനാണ്. അപ്പം ഞാൻ സൂചിയിലോട്ട് കയറ്റി എടുത്തോട്ടാ. ചെറിയ ബുദ്ധിമുട്ടുണ്ടായി കയറാൻ, നല്ല ഞാൻ കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഇതിൻ്റെ കൂടി കയറ്റി കൊടുക്കണം. അപ്പം ഞാൻ ഈ മൂട് വശം കൊണ്ടാണ് കയറ്റണത്, അല്ലെങ്കിൽ പിന്നെ സൂചി അവിടെ ഇവിടെയൊക്കെ കുത്തിക്കൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. മൂലവശം, അതായത് സൂചിയിൽ നൂല് കയറ്റണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിലേക്ക് ഇറക്കിയേക്കണം ആദ്യം. എന്നിട്ട് ഇതിലൂടെ ഒന്ന് കടത്തി വിടയാണ്. അപ്പം 4 ലെയർ ധാരാളം ഉണ്ട്. ഇത് നമ്മുടെ തുണിയുടെ വീതി അനുസരിച്ച് നമുക്ക് ലെയർ എത്ര വേണമെങ്കിലും കൂട്ടാം. വീതി ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതേ കണ്ട, ഇതിപ്പുറം വന്നു. സൂചി നമുക്കൊന്ന് ഊരിയെടുക്കണ്ടേ. ഞാൻ സൂചി ഇതിന്മേന്ന് വലിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം കേട്ടോ. കണ്ടോ, നിവർത്തിയെടുത്തു. അപ്പം നമുക്ക് നല്ല ഉരുണ്ട് കിട്ടിയത്. എന്നിട്ട് രണ്ടും ഒപ്പമാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. കണ്ട, അങ്ങനെ. അപ്പം നൂലെല്ലാം നമ്മൾ കയറ്റിയെടുത്തു. ഇനി ഇത് കറക്റ്റിന് വലിച്ചു പിടിക്കുക. അതായത് അങ്ങാടി ഇങ്ങോട്ട് ഊരി പോരാത്ത രീതി. അതാണ് നമ്മൾ ഊരി പോരാതിരിക്കാനാണ്ട് ഇത്ര നൂല് കൂടുതലിട്ടത്. ഒപ്പം പിടിക്കുക. കണ്ട, ഒപ്പം പിടിച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അധികം കട്ട് ചെയ്യണ്ട. ഞാൻ കുറച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഊരിയെങ്ങാനും പോയാലാ പിന്നെ രണ്ടാമത് കയറ്റാൻ നടക്കണം. അപ്പം അതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. കാരണം കണ്ട, അറ്റമൊക്കെ പിടിച്ചതൊന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് വേണം. അപ്പം നൂലെല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കറക്റ്റിന് വയ്ക്കുക. കണ്ട, ഇത് 3 ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. കറക്റ്റ് ചെയ്ത് വെച്ചില്ലേ. ഇനി സൂചി നൂലൊന്ന് എടുക്കുക. എടുത്തിട്ട് നമുക്കതൊന്ന് കറക്റ്റിന് 3ഉം കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണ് ലോക്ക് ചെയ്യണേന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പം ഞാൻ സൂചി നൂല് എടുത്തിട്ടുണ്ട്. സെയിം കളർ നൂലൊന്നും വേണമെന്നില്ല. ഇത് 3ഉം കൂടി പിടിക്കുക. കണ്ട, ഇത് 3ഉം കൂടെ ഇങ്ങനെ പിടിക്കുക. പിടിക്കുമ്പോൾ ഒരേ വശത്തെ വീതി കറക്റ്റിന് പിടിക്കണം കേട്ടോ. വീതിക്ക് തന്നെയാണ് നമ്മളിത് ഇങ്ങോട്ട് കയറ്റണത്. അപ്പോൾ സൂചിയുടെ അരിയത്ത് കെട്ടിട്ടേക്കണം, ഊരി പോരരുത്. കണ്ട, ഒന്നിൻ്റെ മീതെ ഒന്ന് വരരുത്. ഇങ്ങനെ കറക്റ്റിന് പതിഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് കറക്കി എടുത്തിട്ട്, കറക്കി എടുക്കണ്ട, അവിടെ നിന്ന് വേറൊരു സൈഡിലോട്ട് കുത്തിയിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം നമുക്ക്. ഇങ്ങനെ മൂന്നും ഒന്നിനൊന്നിന് മുകളിലായിട്ട് ഇരിക്കണമെന്നുള്ളൂ. ഒന്നിൻ്റെയും കണ്ട, ഒന്നിനൊന്നിന് പുറകിലായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അങ്ങനെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇറക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പോകും. അങ്ങാടും ഇങ്ങാടും ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് മാത്രം ഒന്ന് കുത്തിയെടുത്താൽ മതി. കുത്തിയെടുത്തിട്ട് ഒന്ന് ലോക്കിടുക, അത്രയേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞാനിതൊന്ന് ലോക്കിടേണ്ട. അപ്പം നമ്മൾ ഇത് ഏത് വശത്ത് ലോക്കിട്ടാലും കുഴപ്പമില്ല, അവിടെ കവർ ചെയ്ത് പോവാനുള്ളതാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്ത വശം അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ കറക്റ്റിലാണ് എടുത്തില്ലേ. ഇനി നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാനും ബാക്കിലോട്ട് കെട്ടാനും 4 പീസ് വേണം, ചെറുതും വലുതുമായിട്ട്. അപ്പം അതെങ്ങനെയാണെന്ന് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. അപ്പം അതിനുശേഷം ഞാൻ കണ്ടോ, അതായത് 1 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലും ഒരു പീസ് കണ്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയിലും 2.5 ഇഞ്ച് നീളത്തിലും ഒരു പീസ് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് 2ആയിട്ട് മടക്കുക. കണ്ട, മടക്കിയതിന് ശേഷം
നമ്മൾ ഈ തയ്ച്ചു വെച്ചേക്കണ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിലേക്ക് ഇത് കറക്റ്റായിട്ട് വയ്ക്കുക. ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം, രണ്ടിൻ്റെ കേട്ടോ. പതിച്ചടിച്ചെടുത്തിട്ട് വരാം. അപ്പം അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചെടുക്കണം അങ്ങോട്ട്, കണ്ട. അപ്പോൾ അതാ നമ്മുടെ മറ്റേ ലോക്ക് ഉള്ളിൽ പോയി. ഇനി നമുക്കൊരു കൂട്ടം കൂടി ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്തിട്ട് വേണം ഇത് കറക്റ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ എടുത്തപ്പോൾ നമുക്കിങ്ങനെ കിട്ടി, കണ്ടോ. അപ്പം ഇത് ലോക്കായില്ലേ. ഇനി ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ മടക്കുക. ഒരു സൈഡ് നമ്മൾ കോളറിന് അടിക്കൂലേ, കോളറിന് വി പോലെ ചരിച്ചടിക്കൂല, അതുപോലെ ഒന്ന് ചരിച്ചടിച്ച് നമുക്ക് തിരിച്ചെടുക്കണം. അപ്പം നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ 2 പീസും ഒരു വശം ചരിച്ചിട്ട് അടിക്കണത്. അതായത് ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് അടിക്കുക 2 സൈഡ്, എന്നിട്ട് ബാക്കി നേരെ അടിച്ചു പോന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. അതേ കൂട്ടുകാരെ, നമ്മൾ ഈ 2 പീസ് ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മുകളിൽ വരുന്ന ഭാഗത്തിന് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തിട്ട ഭാഗം ഉണ്ടല്ലോ, അത് മുകളിൽ വരട്ടെ. അപ്പം 2 പീസ് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ജലദോഷം. ഇനി ഇത് കണ്ട നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ എടുത്ത സാധനം നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം, 2 വശം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക, എന്നിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ലോക്ക് ചെയ്തിട്ട് വരാട്ടെ. അപ്പം നമ്മളതൊക്കെ ചെയ്തെടുത്തു കേട്ടോ കുട്ടികളെ. ഞാനേ പോണ വഴി കത്രിക എടുത്തോണ്ടും പോകൂല. നൂല് പൊട്ടിക്കണ കാര്യം ഓർക്കുമ്പോഴാണ് കത്രിക മേശപ്പുറത്തും തയ്യൽ മുറി തയ്ക്കണത് അപ്പുറത്തും പോകണം, അതാണ് പറ്റണത്. അപ്പോൾ അതെ കണ്ട നമ്മെല്ലാം ലോക്ക് ചെയ്തെടുത്തു. ഫിനിഷായി നമ്മുടെ ഈ ഒരു പണി, നല്ലോണം ഫിനിഷായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് ഈ ഒരു വള്ളിയാണ് നമുക്ക് കെട്ടാനുള്ളത്, കണ്ടോ. ഇതാണ് നമുക്ക് ബാക്കിൽ വരുമ്പോൾ കെട്ടാനുള്ളത്. ഇനി ഇത് നമ്മളിങ്ങനെ കെട്ടാനുള്ള ഈ വള്ളിയെ നമ്മളിങ്ങനെ തന്നെ വയ്ക്കുക. കറക്റ്റിന് വെച്ചതിന് ശേഷം നമുക്കൊരു ഇത് ലോക്കറ്റ് പോലെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് നമ്മളെ കണ്ട. അപ്പോൾ ഉള്ളുവശം ഏതാണ് വന്നതെന്ന് വെച്ചാൽ അത് കറക്റ്റിന് ഇടുക. ഉള്ളുവശം ഞാൻ ഇങ്ങനെയാണ് ഇടണത് കേട്ടോ. നമുക്ക് പുറത്താണ് ഒട്ടിക്കാനുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഈ നടുക്ക് കണ്ടിട്ട് അപ്പോൾ നമുക്കിത് ഒപ്പം ഇങ്ങനെ വയ്ക്കാം, കണ്ട വയ്ക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഈ പറഞ്ഞമാരെ മുത്തൊന്നും പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നല്ലോണം കിടക്കും. അതിന് ശേഷം ഇതിൻ്റെ ഈ നടുക്ക് ഭാഗത്തുകൊണ്ട് നമുക്ക് ഒരു മുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാൻ ഒന്നും കൂടെ ഒരു ഭംഗിയാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ മുത്ത് ഞാൻ വെക്കണത്. അപ്പോൾ നമുക്കത് വെച്ച് കൊടുത്താലോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ കറക്റ്റിന് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പശ അതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഓരോ മുത്തും നമുക്ക് 3 എണ്ണം മതി കേട്ടോ, 3 മുത്ത് മതി. വലിയ മുത്ത് കിട്ടും, വലിയ ഊട്ടുള്ള ദൂരമുള്ള മുത്ത് കിട്ടും നമുക്ക്. അപ്പം നമുക്ക് തുണിയിലൂടെ കയറ്റി അതിനകത്ത് വെക്കാനും പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ആ ഒരു വെള്ള മുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നൂല് കോർക്കണ മുത്തായത് കൊണ്ടിട്ട് സൈഡ് വന്നം ആ നൂല് കോർക്കണ വശങ്ങൾ ഫ്രണ്ടിൽ കാണരുത്. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ 3 എണ്ണം നമുക്ക് അതുപോലെ ഒന്ന് വെച്ച് അമർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാല സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കുക. വെട്ടുപീസ് മതി. ഇതിന് തയ്യൽ അറിഞ്ഞിരിക്കണമെന്നില്ല, മിഷ്യൻ വേണമെന്നില്ല, കൈ സൂചി നൂലും വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ പശ ഒന്ന് ഒട്ടാനൊരു ഇച്ചിരി നേരം എടുക്കും കേട്ടോ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തേനും ഒട്ടിച്ചു. നേരെ 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 വരണം കേട്ടോ ഇടുമ്പോൾ.
പിന്നെ ഒരെണ്ണവും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏതാണ്ടും 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു മാല റെഡിയാക്കി എടുക്കാം. വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തത് ഒന്ന് വെച്ച് കൊടുക്കണേ. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൂചി നൂല് കോർത്തെടുക്കണ മുത്താണ്. അതിൻ്റെ ആ നൂല് കോർക്കണ വശങ്ങൾ 2 സൈഡിൽ വന്ന മുകളിൽ വരരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പരിപാടി. കണ്ട, അപ്പോൾ നമ്മൾ നല്ലൊരു തുണി കൊണ്ടുള്ള മാല റെഡിയായിട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് തയ്ച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് പീസ് കൊണ്ട് കമ്മലും മാല ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് കമ്മലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടും. കമ്മൽ ഉണ്ടാക്കണം നമുക്ക് പിന്നെ ഇടാട്ട വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.